പ്രിയ സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഇന്ത്യയുടെ കപ്പൽ പോകാനുള്ള അനുവാദം ഇറാൻ കൊടുത്തിരിക്കുന്നു. ഹോർമസ് കടൽ വഴി കൂടെ ഇപ്പം നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. നമുക്കറിയാലോ, യുദ്ധം തുടങ്ങണ മുന്നേ തന്നെ നമ്മൾ ജമിനിയിലൂടെ പറഞ്ഞാണ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ വലിയ രീതിയിലൂടെ പെട്രോളിന് വില കൂടുതലും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. അതേപോലെ വന്നിരിക്കുന്നു, പല ഹോട്ടലുകളും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ ഇന്ത്യയുടെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ കമൻറ്റ് ബോക്സിൽ ഇറാൻ നശിക്കട്ടെ പറഞ്ഞിട്ട് ഇപ്പോഴും കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഒരു നന്ദി പറയുന്ന ഒരു സാധനം ഇല്ല ദൈവന്മാർക്ക്. സത്യം പറഞ്ഞാൽ നന്ദി പറയുന്നൊന്നുമില്ല. ഇത്രയും പ്രതിസന്ധി ഇവിടെ വന്നിട്ട് ലോകത്ത് പല രാജ്യങ്ങൾക്കും ഈ പെട്രോളും ഗ്യാസും കൊണ്ടുപോകാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുമ്പോൾ ഇന്ത്യത്തെ അധികാരികൾ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർ നമ്മുടെ ഇന്ത്യയുടെ കപ്പൽ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവർ അനുവാദം കൊടുത്ത് സുഖമായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അത്രയും സൗഹൃദ ബന്ധമുള്ള ഒരു രാജ്യമാണ് സത്യം പറഞ്ഞാൽ ഇറാൻ. അത് തിരിച്ചറിയാതെ ഇപ്പോഴും പല ആളുകളും കമൻറ്റ് മോശപ്പെട്ട രീതിയിൽ ഇറാൻ നശിച്ചു പോട്ടെ പറഞ്ഞിട്ട് അടിക്കുകയാണ്. ഈ ഇറാൻ എന്താണ് ചെയ്തിരിക്കുന്നത് അതിന് മാത്രം? ഏതെങ്കിലും ഒരു രാജ്യത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടോ ഇറാൻ? ഒന്ന് ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ഒരു രാജ്യം. പിന്നെ ഇവന്മാർ പറയുന്നത് എന്താണെന്നറിയോ? അവിടെ മുസ്ലിങ്ങളെ വലിയ രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ട്, പർദ്ദ ഇടാൻ വെക്കാനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന്. നിങ്ങൾക്കറിയോ, ലോകത്ത് തന്നെ ഏറ്റവും മനുഷ്യർ സ്വാതന്ത്ര്യമില്ലാതെ, അതായത് മുടി പോലും മര്യാദയ്ക്ക് വെട്ടാൻ കഴിയാതെ ജീവിക്കുന്ന ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയയിൽ ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു പരിപാടി നടക്കില്ല. പക്ഷെ ഏവനെയും ഒരുത്തൻ ചോദിച്ചു പോവുമോ? പോവില്ല. കാരണം എന്താ പറയുക, പോയാൽ ആ പോക്കേ ഉണ്ടാവുള്ളൂ, പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. പക്ഷെ അറബ് രാജ്യങ്ങളെ പോലെ അല്ലെങ്കിൽ പശ്ചിമ രാജ്യങ്ങളെ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഇവന്മാരെന്ത് ചെയ്യും? അതും നോമ്പ് കാലങ്ങളൊക്കെ നോക്കിയിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്യില്ലല്ലോ, അവർക്ക് അധികം ശക്തി ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, ഈ നോമ്പ് കാലത്ത് കയറിയിട്ട് അറ്റാക്ക് ഉണ്ടാവും. എത്ര പ്രാവശ്യം അവർ അറ്റാക്ക് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ അവരെത്ര അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോഴും അവിടുത്തെ നേതാവിനെ കൊല്ലുകടക്കം ചെയ്ത് ഇല്ലേ? അവരായതുകൊണ്ട് ഇപ്പോഴും ഒരു പരിധിവരെ മറ്റുള്ള ആളുകളെ കൊല്ലുന്നത്. ഇവർ ഡയറക്റ്റ്ലി അടിച്ചത് എന്തിനെയാണ്? സ്കൂളിനെയാണ്. പക്ഷേ ഇറാൻ ഇപ്പോഴും ഒരു സ്കൂളെ അടിച്ചിട്ടില്ല, ഒരു ജനങ്ങളെയും കൊന്നിട്ടില്ല. അവരുടെ ബിൽഡിങ് മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവർ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവന്മാരൊക്കെ ബങ്കറിലിപ്പോൾ ഒളിച്ചും കിടക്കുന്നുണ്ട്. അതിലിപ്പോൾ പ്രധാനമന്ത്രി അവിടുത്തെ പ്രസിഡന്റ് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഏതോ ഒരു ബങ്കറിൽ ഒളിച്ചു കിടപ്പുണ്ട്, അതല്ലെങ്കിൽ രാജ്യം വിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ചിലവർ മരിച്ചു എന്നും പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് അതിൻ്റെ കറക്റ്റ് ന്യൂസ് വരുന്നില്ല. അയാൾ കുറേ ദിവസമായിട്ട് പുറത്തേക്കേ വരുന്നില്ല. എന്തായാലും വാർത്തകൾ പുറത്ത് വരികയായിരിക്കും അടുത്ത് തന്നെ ഒരു തീരുമാനമായി എന്നുള്ളത്. അപ്പോൾ ഈ ഇറാനോട് ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള മലയാളികൾക്ക് എന്താണ് ഇത്ര ദേഷ്യം? എന്തുകൊണ്ടാണ് നിങ്ങളതിനെ ഒരു ശത്രുവായിട്ട് വിചാരിക്കുന്നത്? ഈ ഒരു സാഹചര്യം, യുദ്ധ സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇന്ത്യയുടെ കപ്പലുകൾക്ക് പോകാനുള്ള അനുവാദം തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയോട് അവർക്ക് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യ കപ്പൽ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും, ഉപദ്രവിച്ചിട്ടുണ്ടാവും. അന്നാലോചിക്കും, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഇസ്രായേലിൽ പോയിട്ട് അവരായിട്ടാണ് നല്ല ബന്ധങ്ങൾ വെക്കുന്നത്, ലോകം മൊത്തം അറിഞ്ഞതാണ് അല്ലേ? എന്നിട്ട് പോലും ഇവർക്ക് ശത്രുതയില്ല ഇന്ത്യയോട് അല്ലേ? അവർ ഒരു രീതിയിലും ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇവിടെ കമൻറ്റ് ബോക്സിൽ മാത്രം ഈ ഇറാൻ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയുക. എന്തുകൊണ്ട് നമ്മൾ ഇറാനെ നശിക്കണമെന്ന് ചിന്തിക്കുന്നത്? നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് എന്ത് ഉപദ്രവമാണ് ആ രാജ്യം ചെയ്തത്? ഒന്ന് കമൻറ്റിൽ പറയുക. പിന്നെ ഈ രണ്ട് ചെകുത്താന്മാർ, അമേരിക്ക ഇസ്രായേലിലുള്ള രണ്ട് പ്രസിഡന്റ് ചെകുത്താന്മാർ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സമാധാനങ്ങൾ കളഞ്ഞിരിക്കുകയാണ്. എന്ത് ആവശ്യത്തിനാണ് ഈ യുദ്ധം? എന്ത് ഉപകാരമാണുള്ളത്? കോടിക്കണക്കിന് ഡോളറാണ് കൊണ്ട് കളഞ്ഞത്. എത്രയോ പാവപ്പെട്ട മനുഷ്യർ ഭക്ഷണം കിട്ടാതെ പോലും പല സ്ഥലത്തും മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തുകൂടെ? ഇവരുടെ തന്നെ ആൾക്കാർ, ക്രിസ്ത്യാനികളായാലും ശരി, ജൂതന്മാരായാലും ശരി, പല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. എത്ര രാജ്യങ്ങളുണ്ട്? സുഡാൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരുപാട് രാജ്യങ്ങളുണ്ട്, നൈജീരിയ, അങ്ങനെ നമുക്ക് ആഫ്രിക്കയിലൊക്കെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു നേരം വെള്ളം പോലും കിട്ടാൻ വഴിയില്ല. അവർക്കൊക്കെ സഹായിച്ചൂടെ? ഈ കോടിക്കണക്കിൽ പൊട്ടിച്ചു കളയുന്ന പൈസ ഉണ്ടെങ്കിൽ അവർക്ക് സഹായിച്ചൂടെ? ഈ ചെകുത്താന്മാർക്ക് യുദ്ധം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ആളുകളെ കൊന്ന് തള്ളണം. അതിനുള്ള ഒരൊറ്റ മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലുള്ള ചില ഊച്ചാളികളും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഊച്ചാളികളെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക.